ഇന്നത്തെ ലാലേട്ടന്റെ എപ്പിസോഡിൽ പക്ക ഡോമിനേഷൻ നടത്തിയ ഒരു കണ്ടസ്റ്റന്റ് ആണ് നമ്മുടെ അസി റോക്കി. എടുത്തു പറയാനാണെങ്കിൽ നമ്മുടെ ജാസ്മിൻ ഗബ്രി എന്നിവരുടെ വിഷയത്തിൽ ലാലേട്ടൻ റോക്കിയുടെ ഒരു ചോദ്യം ചോദിച്ചു. ഇവർ ഒരുമിച്ച് കളിക്കുന്നതായിട്ട് റോക്കിക്ക് തോന്നിയിട്ടുണ്ടോ എന്നിങ്ങനെ. അപ്പോൾ റോക്കി പറയുന്നു, നിലപാടില്ലായ്മ, മാനിപ്പുലേഷൻ, ചതി, വഞ്ചന, കൂടെയുള്ളവരെ കരുവേപ്പില പോലെ പറിച്ചെറിയുക, ഇതെല്ലാം രണ്ടുപേർക്കും ഒരേപോലുള്ള സ്വഭാവമാണ്. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും വൈബ് മാച്ച് ആയത്. അവര് മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ് എന്ന രീതിയിൽ പറയുന്നു. ഇത് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന ഓഡിയൻസിന്റെ ഒക്കെ ഒരു കയ്യടി കാണണമായിരുന്നു. എൻ്റെ പൊന്നോ, ഇതേപോലുള്ള കുറെ ഹൈ തരുന്ന മൊമെന്റുകൾ ഉണ്ടായിരുന്ന ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തേത്. ലാലേട്ടന്റെ കയ്യിൽ നിന്നും പിന്നെ അതേപോലെ തന്നെ അവിടെയുള്ള മറ്റുള്ളവരും റോക്കിയും എല്ലാവരും തകർത്ത് വാരിയ ഒരു എപ്പിസോഡ്. റോക്കിക്ക് ലാലേട്ടൻ വാർണിംഗ് കൊടുക്കുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്. വെറുതെ ഭീഷണിപ്പെടുത്തിയാൽ പോലെ, ഇടിക്കും എന്ന് പറഞ്ഞാൽ ഇടിക്കണമെന്ന്. ദേവാസുരത്തിലെ മറ്റേ മംഗലശ്ശേരി നീലകണ്ഠന്റെ ആ ഒരു ഡയലോഗാണ് എനിക്കത് കേട്ടപ്പോൾ ഓർമ്മ വന്നത്. ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ പോലെ സ്ഥലം മാറ്റിക്കളയും എന്നൊന്നും അല്ല, നീലകണ്ഠൻ തീർക്കുമെന്ന് പറഞ്ഞാൽ തീർത്തിരിക്കും. അങ്ങനെ ഒരു മാസ് ഒരു സംഭവമൊക്കെ ഇല്ലേ. ഡയലോഗ് ഞാൻ തെറ്റായിട്ടാണ് പറഞ്ഞതെങ്കിൽ ക്ഷമിക്കണം. അപ്പൊ ഹിന്ദിയിൽ സൽമാനൊക്കെ കാണിക്കുന്ന പോലെ വളരെ കൂളായിട്ട് ഒരു താക്കീത്, അത്തരത്തിലുള്ള ഒരു താക്കീതാണ് ലാലേട്ടൻ എന്ന് നമ്മുടെ റോക്കിക്ക് കൊടുത്തത്. ഇടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുമല്ല വേണ്ടത്, ഇടിക്കണം, അതാണ് അതിന്റെ ഒരു കറക്റ്റ് രീതി. ലാലേട്ടൻ പറഞ്ഞത് 100 അല്ല 150% കറക്റ്റാണ്. ഇങ്ങനെയുള്ള ഡയലോഗുകളും ഇങ്ങനെയുള്ള ഒരു അപ്രോച്ചുമാണ് ലാലേട്ടനിൽ നിന്ന് നമ്മൾ പ്രേക്ഷകരെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓരോ വീക്കെൻഡ് എപ്പിസോഡിലും ഇങ്ങനെ ലാലേട്ടനെ കാണാൻ കൊതിച്ചിട്ടുണ്ട് ഈ ഒരു ബിഗ് ബോസിൽ. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് റോക്കി ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ട്. അതിവന് ഇവിടെ ആയതുകൊണ്ടാണ് ലാലേട്ട എന്നിങ്ങനെ. അപ്പോൾ ദേഷ്യവും മറ്റേ ഗുണ്ടസ്വഭാവവും ഒക്കെ മാറ്റി കലിപ്പത്തരമൊക്കെ ഇത്തിരി കൺട്രോൾ ചെയ്താൽ ഈ സീസണിന്റെ വിജയകിരീടം വരെ കൈവരിക്കാൻ സാധ്യതയുള്ള അതിനൊത്ത ഫാൻ ബേസും പിന്നെ മാരക തീപ്പൊരിയും ഒക്കെ ഉള്ളൊരു കണ്ടസ്റ്റന്റാണ് അസി റോക്കി. അതിലൊന്നും ഒരു തർക്കവുമില്ല. റോക്കിയൊക്കെ ഔട്ടായാൽ സീസൺ 6 ഏത് ലെവലിലേക്ക് വീഴും എന്ന് നമുക്ക് ഓർക്കാൻ കൂടി പറ്റില്ല. അത്രയ്ക്ക് ഇമ്പാക്റ്റ് ആണ് പുള്ളി ഈ ഒരാഴ്ച കൊണ്ട് ഉണ്ടാക്കിയെടുത്തത്.